കണ്ണൂർ മെഡിക്കൽ കോളേജ് അഞ്ചരക്കണ്ടിയിൽ ഒരു വർഷത്തിനിടയിൽ ജനനി പദ്ധതി പ്രകാരം അമ്മമാരായവരുടെ സംഗമം സംഘടിപ്പിച്ചു. ആയിരക്കണക്കിന് അമ്മമാരാണ് ചടങ്ങിൽ പങ്കെടുത്തത്. ദൈവമേ നിൻ കരലാളനമില്ലാതെ പൂവായി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിൻ. ആതുര ശുശ്രൂഷ രംഗം എന്നും സമൂഹത്തെ ചേർത്ത് പിടിക്കണമെന്ന ആശയത്തിൽ നിന്നാണ് കണ്ണൂർ മെഡിക്കൽ കോളേജ് അഞ്ചരക്കണ്ടിയിൽ ജനനി പദ്ധതിക്ക് തുടക്കമാകുന്നത്. ഒരു സ്ത്രീ ഗർഭിണിയാകുന്നത് മുതൽ പ്രസവം വരെയാണ് ജനനി പദ്ധതിയിൽ ഉൾപ്പെടുന്നത്. സാധാരണ പ്രസവത്തിന് 10,000 രൂപയും സിസേറിയന് 15,000 രൂപയുമാണ് 9 മാസത്തെ ജനനി പദ്ധതി പ്രകാരം കണ്ണൂർ മെഡിക്കൽ കോളേജ് അഞ്ചരക്കണ്ടിയിൽ അടയ്ക്കേണ്ടത്. ജനനി പദ്ധതി പ്രകാരം അമ്മമാരായ ആയിരക്കണക്കിന് സ്ത്രീകൾ ഇന്ന് കണ്ണൂർ മെഡിക്കൽ കോളേജ് അഞ്ചരക്കണ്ടിയിൽ ഒത്തുചേർന്നു. CHC ഇരുവേഴി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ മായ കേക്ക് മുറിച്ച് ജനനിയുടെ 1ാം വാർഷികാഘോഷത്തിന് തുടക്കമിട്ടു. പ്രിൻസിപ്പൽ ഡോക്ടർ പുരുഷോത്തമൻ ബസപ്പ, ജനറൽ മാനേജർ ഡോക്ടർ സജിത് ഒമർ, ഡോക്ടർ രാജമ്മ, ഡോക്ടർ വിശാഖ, നഴ്സിംഗ് സൂപ്രണ്ട് ലീലാമ, RJ മുസാഫിർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. So Janani scheme, under this scheme our institute is providing the very standard and affordable antenatal care, and then the delivery, and even after delivery the postpartum, the care to the mothers. So that is the agenda of this Janani scheme. So more than that, so this institute has a objective or aim to give a standard health care to the people in and around Anjarakandi and also the people of Kannur district. Kannur Medical College always had a vision of how do we actually empower women? How do we make women, who are the pillar stone of society, the most important factor? Because if a family improves, the next generation improves. So this was our vision, right? So we tried to implement, and we took a lot of steps in order to make this happen, right? Kannur Medical College believes in empowerment of women through comprehensive healthcare. തുടർന്ന് ജനനി അമ്മമാർ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. യാദൃശ്ചികമായിട്ടാണ് ഇവിടെ എത്തിപ്പെട്ടത്. അപ്പോൾ എൻ്റെ ചങ്ങായി വഴിയാണ് ഞാൻ ഇങ്ങനൊരു സ്കീമുണ്ടെന്നോ ഇങ്ങനെ പ്രസവ ഇവരിങ്ങനെ നടത്തുന്നുണ്ടെന്ന് അറിയാൻ പറ്റിയത്. അപ്പോൾ 2 ഡെലിവറി തലശ്ശേരി ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്നും കഴിഞ്ഞത്. ഇപ്പോൾ 3ാമത്തേതേനും. അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ പ്രസവം എന്താണെന്ന് അറിഞ്ഞില്ല. അത്രയും കെയറും സപ്പോർട്ടും അറിയാം. നമുക്ക് ഫസ്റ്റ് മോളുണ്ട്, ഒരു വലിയ മോളുണ്ട്, 5 വയസ്സായി. അപ്പോൾ പിന്നെ അതിൽ നമുക്ക് എന്താ നോർമൽ ഡെലിവറി എന്താ സിസേറിയൻ എന്താ ഒന്നും അറിയില്ല. അപ്പോൾ അതിന് ഒരു വലിയ പേടി ഉണ്ടാവില്ല. ലേബർ റൂമിലേക്ക് കയറ്റുന്ന ചെയ്യുന്ന എന്നാൽ ഒന്നും അറിയില്ല. രണ്ടാമത്തെ ഇങ്ങനെയാണല്ലോ എന്നൊരു ധാരണ മനസ്സിലുണ്ടാവും. ശരിക്കും ഞാൻ ഇന്ന് അത്രയും റിസ്ക് എടുത്തിട്ട് ഈ ഒരു എക്സ്പീരിയൻസ് പറയാനാണ് ഇവിടെ വന്നത്. ഞാൻ റീമ മാഡത്തിനായിരുന്നു കൺസൾട്ട് ചെയ്തത്. ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ എനിക്ക് അത്രയും സപ്പോർട്ട് ഇവിടുത്തെ എല്ലാവരും തന്നിരുന്നു. ജനനിയുടെ ബുക്ക്ലെറ്റ് പ്രകാശനവും നടന്നു. ചടങ്ങിന് ഡോക്ടർ വിതുൻ ബാലൻ സ്വാഗതവും ഡോക്ടർ ശരണ്യ നന്ദിയും പറഞ്ഞു. ഗർഭിണികളായ സ്ത്രീകൾക്ക് എത്ര താങ്ങാവുന്ന നിരക്കിലേക്ക് നമുക്ക് അതിൻ്റെ ഒരു ബഡ്ജറ്റ് കൊണ്ടുവരാനും അവർക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടിനും ഹെൽത്ത് കെയർ വൈസ് ആയാലും സോഷ്യൽ സ്ഫെയർ ആയാലും കമ്മ്യൂണിറ്റി സർവീസ് ലെവലായി കഴിഞ്ഞാലും ഒരു വലിയൊരു മാറ്റം തന്നെ നമുക്ക് കൊണ്ടുവരാൻ പറ്റിയ ഒരു പദ്ധതിയുടെ തുടക്കമായിരുന്നു ജനനി കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ആരംഭിച്ചത്. അതിൻ്റെ ഇന്നത്തെ ഈ ഒരു വർഷം പൂർത്തിയാവുന്ന ഈ ഒരു ചടങ്ങിലേക്ക് ഇതിൽ ഞങ്ങളോടുകൂടെ ചേരാനും പങ്കെടുക്കാനും അനുഗ്രഹങ്ങൾ പങ്കുവയ്ക്കാനും ഞങ്ങളോട് ഇന്നിവിടെ എത്തിയിട്ടുള്ള എൻ്റെ തന്നെ നമ്മൾ ജനിച്ച ഉടനെ തന്നെയാണ് നമ്മുടെ ഹെൽത്തിൻ്റെ കാര്യത്തിന്
ജനിച്ച ഉടനെ തന്നെ നമ്മുടെ ആ ഒരു കെയർ തുടങ്ങുവാണ്, ഒരു പ്രിവെൻറ്റീവ് ആസ്പെക്റ്റിലൂടെ. ജനിച്ച ഉടനെ തന്നെ നമ്മളൊരു വാക്സിനേഷനാണ് കൊടുക്കുന്നത്. കാര്യം അതോടുകൂടി നമ്മൾ ഏറ്റെടുക്കുകയാണ് ഒരു കുട്ടിയെ. അപ്പോൾ ഇവിടെ ജനനി എന്നുള്ള പ്രോജക്റ്റിൽ നമ്മൾ ജനിക്കുന്നതിന് മുന്നേ തന്നെ ആൾക്കാരെ പ്രിപ്പയർ ചെയ്ത് അതിലേക്ക് കൊണ്ടുവന്ന് അവരൊരു സേഫായിട്ടുള്ളൊരു ഡെലിവറി നടത്തി. ചടങ്ങോടനുബന്ധിച്ച് ആശാ വർക്കർമാർ, അംഗനവാടി ജീവനക്കാർ, ആരോഗ്യ പ്രവർത്തകർ എന്നിവരെ ആദരിച്ചു. കണ്ണൂർ മെഡിക്കൽ കോളേജ് അഞ്ചരക്കണ്ടിയിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾക്കുള്ള ഉപഹാരവും കൈമാറി. ചികിത്സയിൽ ഉണ്ടായിരുന്നുള്ളൂ. അതിനാൽ ഇങ്ങോട്ട് വരുന്ന ഗർഭിണികളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞിരുന്നു. തുടക്കത്തിൽ വളരെ കഷ്ടതകളും നഷ്ടങ്ങളുമുള്ള ജനനി കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. നൃത്തവും പാട്ടുമായി അവർ ആഘോഷിച്ചു. ഭക്ഷണവും കഴിച്ചാണ് ജനനി അമ്മമാർ മടങ്ങിയത്. കണ്ണൂർ മെഡിക്കൽ കോളേജ് അഞ്ചരക്കണ്ടിയുടെ സേവന തൽപരതയെ അവർ ഹൃദയത്തോട് ചേർത്ത് അഭിനന്ദിച്ചു. സമഗ്ര ന്യൂസ്, കണ്ണൂർ.